ന്യൂറോ റീഹാബിലിറ്റേഷൻ, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, വ്യായാമം തുടങ്ങിയ ചികിത്സകൾക്കായാണ് ഷെഫീഖിനെ വെല്ലൂരിലേക്ക് കൊണ്ടുപോയത്. ശ്വാസതടസ്സം ഒഴിവാക്കാനായി സക്ഷൻ മെഷീനും ഓക്സിജൻ സിലിണ്ടറും ആംബുലൻസിൽ കരുതിയിട്ടുണ്ട്. ഇന്ന് വൈകിട്ട് 4 മണിയോടെ കുട്ടിയെയും കൊണ്ടുള്ള സംഘം വെല്ലൂരിലെത്തും. നമ്മൾ മസിലിന് ബലം വെപ്പിക്കാനുള്ളതും സംസാരശേഷി വീണ്ടെടുക്കാനുള്ളത്, കൈകാലുകളുടെ ബലം റിജിഡിറ്റി കുറയ്ക്കാനുള്ളത്, പിന്നെ എന്തെങ്കിലും ഡെഫിസിറ്റ് ഉണ്ടെങ്കിൽ അത് പരിഹരിക്കാനുള്ളത്. തലച്ചോറിലെ നീർക്കെട്ട് പൂർണ്ണമായി മാറിയെങ്കിലും ക്ഷതം 40% മുതൽ 50% വരെ ഉള്ളതിനാൽ പരമാവധി വേഗത കുറച്ചായിരിക്കും ആംബുലൻസ് സഞ്ചരിക്കുക. ഇതിനിടെ കുട്ടിയെ വെല്ലൂരിലേക്ക് മാറ്റുന്നതിന്റെ ഭാഗമായി സംരക്ഷണ ചുമതല വെല്ലൂർ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിക്ക് കൈമാറി. കുട്ടിക്ക് താൽക്കാലിക പരിചരണം നൽകാൻ തിരുവണ്ണാമല ചൈൽഡ് ലൈൻ പ്രവർത്തകരെയും ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. കുട്ടിയെ കൊണ്ടുപോകുന്നതടക്കമുള്ള ചെലവുകൾ വഹിക്കുന്നത് സംസ്ഥാന സർക്കാരാണ്. ഇടുക്കിയിൽ നിന്ന് സിജു വാഗമണിനൊപ്പം ബിജു തറയിൽ, മീഡിയ 1.